ഇന്ത്യയുടെ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാൻ ചാരവിമാനം ചോദ്യമാവുകയാണ്. ആരോപണം അമേരിക്ക നിഷേധിച്ചിരിക്കുന്നു. ഇന്ത്യൻ മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും അമേരിക്ക ഇന്ത്യയെ നിരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആശ്ചര്യമെന്നാണ് പക്ഷേ വിദഗ്ധ റിപ്പോർട്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം അമേരിക്ക ചാരവിമാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്ക തള്ളിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ആദ്യ എസാറ്റ് മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അമേരിക്ക പറയുന്നുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിലുള്ള സൈനിക താവളത്തിൽ നിന്നും ചാരവിമാനം അയച്ച് അമേരിക്ക ഇന്ത്യൻ എസാറ്റ് മിസൈൽ വിക്ഷേപണം നിരീക്ഷിച്ചു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. സൈനിക വ്യോമ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന എയർക്രാഫ്റ്റ് സ്പോർട്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യയുമായി ശക്തമായ ബന്ധമാണുള്ളതെന്നും പരസ്പര സഹകരണവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുന്ന ശക്തമായ ബന്ധമാണ് ഇന്ത്യയുമായി ഉള്ളതെന്നും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഡേവിഡ് ഡബ്ല്യു ഈസ്ബേൺ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അമേരിക്ക നിരീക്ഷിച്ചോ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. പരമാധികാരം, സ്വതന്ത്രവും ന്യായവും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കൽ, തർക്കങ്ങളിൽ സമാധാനപരമായ തീരുമാനങ്ങൾ എടുക്കൽ ഇവയിൽ ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയോടെയാണ് നിലനിൽക്കുന്നതെന്നും ഡേവിഡ് ഡബ്ല്യു ഈസ്ബേൺ പറയുന്നുണ്ട്. ഇന്ത്യയുടെ എസാറ്റ് മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന എയർഫോഴ്സ് സ്പേസ് കമാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ ഡേവിഡ് ഡി തോംസണും വ്യക്തമാക്കിയിട്ടുണ്ട്. വിക്ഷേപണത്തോടനുബന്ധിച്ച് വ്യോമഗതാഗതം നിരോധിച്ചുകൊണ്ട് ഇന്ത്യ ഉത്തരവിറക്കിയതിൽ നിന്നാണ് അതേക്കുറിച്ചുള്ള സൂചന ലഭിച്ചതെന്നും എയർഫോഴ്സ് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ നിന്നും ബെഗ്ലി വ്യോമസേനാ താവളത്തിൽ നിന്നുമുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെന്നും തോംസൺ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും നിരീക്ഷിച്ചില്ല എന്ന് അമേരിക്ക ആവർത്തിക്കുകയാണ്. മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷമാണ് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും അമേരിക്ക ഇന്ത്യയെ നിരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആശ്ചര്യമാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മിത്രങ്ങളെയും എല്ലാവരും ഇന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നതെന്നും ഹാർവാർഡ് സ്മിത്ത് സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ബഹിരാകാശ ഗവേഷകനായ ജോനാഥൻ മക്ഡോവൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നതാണ്. അതായത് ഇത്തരത്തിൽ ബഹിരാകാശത്തിൽ ഒരു വലിയ ദൗത്യം ഇന്ത്യ പൂർത്തിയാക്കിയപ്പോൾ അമേരിക്ക ചില ചോദ്യങ്ങളുമായി സംശയങ്ങളുമായി വന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാൻ ചാരവിമാനം ഇറക്കിയില്ല എന്ന് പറയുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട്? ആരോപണം അമേരിക്ക നിഷേധിക്കുമ്പോൾ പോലും ഇന്ത്യൻ മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടും അമേരിക്ക ഇന്ത്യയെ നിരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആശ്ചര്യമാണെന്ന് വിദഗ്ധർ പറയുന്നിടത്താണ് കാര്യങ്ങൾ ശരിയാകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന നിഗമനങ്ങൾ. ഇത് തന്നെയാണ് ഇപ്പോൾ ലോകം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതും.